Good afternoon, everybody. Welcome back to our ACS Geographic Online Classroom. Now, this is our Geographic second chapter. We have to study in second chapter. അപ്പോൾ നമ്മുടെ രണ്ടാം ചാപ്റ്ററായ ഗ്ലോബ് ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോങ്റ്റിറ്റ്യൂഡ്സ് എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഏകദേശം ലാസ്റ്റ് പോർഷൻ വരെയാണ്. ഇൻ യുവർ പ്രീവിയസ് ക്ലാസ്സസ് വി സ്റ്റഡീഡ് ഇൻ ടോറിഡ് സോൺ ആൻഡ് ടെമ്പറേറ്റ് സോൺ ആൻഡ് റിജിഡ് സോൺ. ഓക്കെ, വാട്ട് ഈസ് ടോറിഡ് സോൺ? ടോറിഡ് സോൺ എന്തായിരുന്നു? യെസ്, the midday sun is exactly overhead at least 1 year on all latitudes and between the Tropic of Cancer and the Tropic of Capricorn. And this area, therefore, there is the maximum heat and is called the torrid zone. അല്ലേ, മാക്സിമം ഹീറ്റ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. സോ അവിടെ എന്താണ്, അത് ടോറിഡ് സോൺ ആയിട്ട് പറയുന്നു. ദെൻ ദ മിഡ് ഡേ സൺ നെവർ ഷൈൻസ് ഓവർ ഹെഡ് ഓൺ എനി ലാറ്റിറ്റ്യൂഡ് ബിയോണ്ട് ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് Tropic of Capricorn. Then the angle of the sun's rays goes on decreasing towards the poles. As such, the areas bounded by the Tropic of Cancer and the Arctic Circle in the northern hemisphere, and the Tropic of Capricorn and the Arctic Circle in the southern hemisphere, these have moderate temperature. Easy. These are therefore the called temperate zone. അല്ലേ ടെമ്പറേറ്റ് സോൺ എന്ന് പറയുന്നത്. ദെൻ ഏരിയാസ് ലൈൻ ബിറ്റ്വീൻ ദ ആർക്ടിക് സർക്കിൾ ആൻഡ് ദ North Pole in the northern hemisphere and the Arctic Circle and the South Pole in the southern hemisphere. That's a very cold time. It is because here the sun does not rise much above the horizon. Therefore, its rays are hours, slanting and provides less heat. These are therefore the called rigid zone. Well, torrid zone, temperate zone and rigid zone. Torrid zone എന്ന് പറയുന്നത് മാക്സിമം ഹീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ എന്താണ് ടെമ്പറേറ്റ് സോൺ എന്ന് പറയുന്നത്? എന്താണ് മീത ശീതോഷ്ണ മേഖല എന്നൊക്കെ പറയാം. അതായത് തണുപ്പും ചൂടും ഏകദേശം ഒരുപോലെ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലമാണ്. ദെൻ ദ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, റിജിഡ് സോൺ ആണ്. ഈ റിജിഡ് സോൺ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഏകദേശം നല്ലതുപോലെ കോൾഡായിട്ടുള്ള വെരി കോൾഡായിട്ടുള്ളത് സ്ഥലമാണ്. ടോറിഡ് സോൺ ഏറ്റവും ഹീറ്റായിരിക്കും, റിജിഡ് സോൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും കോൾഡായിരിക്കും. ബട്ട് ആൻഡ് ടെമ്പറേറ്റ് സോൺസ് അല്ല എന്താണ്, ഏകദേശം കോൾഡും ഹീറ്റും കൂടെ ആയിട്ടുള്ള ഡേറ്റ്സ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് വി സ്റ്റഡി ഇൻ വാട്ട് ആർ ലോങ്കിറ്റ്യൂഡ്സ്. ലോങ്കിറ്റ്യൂഡിനെ കുറിച്ച് നമ്മൾ പഠിക്കാനായിരുന്നു അല്ലേ. അപ്പോൾ ലോങ്കിറ്റ്യൂഡിനെ കുറിച്ച് നമ്മൾ ഏകദേശം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. ദെൻ ഇനി ലോങ്കിറ്റ്യൂഡ് ആൻഡ് ടൈമാണ്. അപ്പോൾ ഈ ലോങ്കിറ്റ്യൂഡ് ആൻഡ് ടൈം എന്നതിൽ എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? The best means of measuring times is by movement of the earth, the moon and the planets. That's in page number 15. Okay, എന്താണ് the best means of measuring time is by the movement of the earth. അല്ലേ, ടൈം മൂവ്മെൻറ്റ്സ് എങ്ങനെയാണ് ടൈം കണക്കാക്കുന്നത്? എർത്തിൻ്റെ മൂവ്മെൻറ്റ്സ് ബേസ് ചെയ്തിട്ടായിരിക്കും അല്ലേ. അപ്പോൾ എർത്തിൻ്റെ മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഭൂമി ചുറ്റി അല്ലേ എന്താണ് റൊട്ടേറ്റ് ചെയ്ത് വരുന്ന ആ ടൈം, അതാണ് നമ്മൾ പറയുന്നത് അല്ലേ. സോ അപ്പോൾ എന്താണ്, ദ സൺ റെഗുലർലി റൈസസ് ആൻഡ് സെറ്റ്സ് എവറി ഡേ ആൻഡ് നാച്ചുറലി ഇറ്റ് ഈസ് ദ ടൈം, ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ടൈം കീപ്പർ ത്രൂ ഔട്ട് ദ വേൾഡ്. Local time can be reckoned by the shadow cast by the sun, which is the shortest at noon and longest at sunrise and sunset. When the prime meridian of Greenwich has the sun at the highest point in the sky, all the places along this meridian will have midday or noon. മനസ്സിലായില്ലേ? അത് നമ്മളിപ്പോൾ പറഞ്ഞു സൂര്യൻ അല്ലേ. സൂര്യൻ എന്താണ് ഓരോ ടൈമിലേക്ക് റിജിഡ് സോൺ ടോറിഡ് സോൺ എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലേ, ടെമ്പറേറ്റ് സോൺ. അപ്പോൾ ഇവിടെ നമ്മൾ നല്ല ചൂടായിരിക്കും, ചില സ്ഥലങ്ങളിൽ നല്ല തണുപ്പായിരിക്കും എന്നൊക്കെ പറയാൻ കാര്യം എന്താ, അവിടെ സൺറൈസ് എത്തിപ്പെടുന്ന അല്ലേ, എത്രത്തോളം റേസ് അവിടെ എത്തുന്നോ ആ രീതിയിലാണ് ഭൂമിയിൽ ഓരോ ടൈം റെഡിയാക്കി വെച്ചിരിക്കുന്നത് അല്ലേ, ടൈം വരുന്നത് ഗ്രീൻവിച്ച് ടൈംസ്. സോ ആ രീതിയിലാണ് നമുക്കിത് പഠിക്കേണ്ടത്. അതിൻ്റെ ചെറിയൊരു കാൽക്കുലേഷൻസ് മെഷേഴ്സും താഴെ പറയുന്നുണ്ട്, നമുക്ക് മനസ്സിലാക്കാം. ആസ് ദ എർത്ത് റൊട്ടേറ്റ്സ് ഫ്രം ദ വെസ്റ്റ് ടു ഈസ്റ്റ് is this, listen, is as the earth rotates from the west to east. Those places east of Greenwich will be ahead of Greenwich time and those to the west will be behind it. ഫിഗർ 2.8 നമുക്ക് നോക്കിയാൽ കാണാം ഗ്രീൻവിച്ച് ടൈം കടന്നു പോകുന്നതാണ് കാണിക്കുന്നത്. ദെൻ ഈ ഗ്രീൻവിച്ച് ടൈമിൽ നിങ്ങൾക്ക് കാണാം
+2 +3 +4 +5 എന്ന് അതെന്താണ് ഹവേഴ്സ് ബൈസ് കൊടുത്തിരിക്കുന്നതാണ് അല്ലേ. ഓരോ ഗ്രീൻവിച്ച് ടൈമിൽ ആ മെഷറിംഗ് ലൈൻസ് കടന്നു പോകുമ്പോഴുണ്ടാകുന്ന ടൈം ഡിഫറൻസ് ആണ് കാണിച്ചിരിക്കുന്നത് അല്ലേ. ദ rate of difference can be calculated as follows. The earth rotates 360 in about 24 hours. 360 എന്ന് പറയുമ്പോൾ എന്താണ് 360 എന്ന് പറയുമ്പോൾ അത് ഡിഗ്രി ബേസിൽ അല്ലേ. പിന്നെ which means 50 hour and 1 in 4 minutes. Thus, when it is 12 noon at Greenwich, the time at 15 east of Greenwich will be 15. That is 4 equals 60 minutes. That is 1 hour ahead of Greenwich time, which means 1 p.m. And but at 15 west of Greenwich, west of Greenwich എങ്ങനെയായിരിക്കും? The time will be behind Greenwich time by 1 hour. The time will be behind Greenwich time by 1 hour and it will be 11 a.m. മനസ്സിലായില്ലേ? ടൈം ഡിഫറൻറ്റ് നമ്മളിപ്പോൾ ഇവിടെ പറയില്ലേ, നമുക്കിപ്പോൾ ഗൾഫിലൊക്കെ എന്താ ടൈമെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഏകദേശം 1 and 2 hours അല്ലേ. എന്താണ് ജസ്റ്റ് ലേറ്റായിട്ടാണ് വരിക പറയുന്നത് പോലെ. ദെൻ similarly at 180 it will be midnight when it is 12 noon at Greenwich. Then at any place a watch can be adjusted to read 12 o'clock when the sun is at the highest point in the sky. That is when it is midday. That is in midday ആയിരിക്കും അല്ലേ ആ ടൈമിൽ. The time shown by such a watch will give the local time for that place. You can see the all places on given meridian of longitude have the same local time. Okay. Then why do we have standard time? This one, why do we have standard time? അല്ല സ്റ്റാൻഡേർഡ് ടൈം വരും കാരണം എന്താണ് ഈ ഓരോ സോണിലും സൺറൈസ് പ്രൊവൈഡ് വരുന്നത് അല്ലേ വളരെ വെറൈറ്റി ആയിട്ട് വളരെ ഡിഫിക്കൽട്ടായിട്ടുമായിരിക്കും. സോ ആ ബേസിൽ എന്ത് പറ്റും അപ്പോൾ എന്താണ് അപ്പോൾ ഗ്രീൻവിച്ച് ടൈമിൽ നമ്മുടെ ഓരോ സോണിൽ നമുക്ക് കിട്ടുന്ന ടൈമും എല്ലാം വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് നമ്മളിപ്പോൾ പറയുന്നത് വൈ ഡു യു ഹാവ് സ്റ്റാൻഡേർഡ് ടൈം എന്താണ് വരുന്നത് നമ്മളല്ലേ ട്രെയിൻ ടൈം പിന്നെ ഇതാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്നൊക്കെ പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ. അതായത് 12 മണി കഴിഞ്ഞാൽ പിന്നെ എത്രയാണ് 13, 14, 15, 16 എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യൻ റെയിൽവേ ടൈമൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ. 16, 20, 16 പിന്നെ 30 എന്നൊക്കെ കാണുന്നത് എന്താണ് ആ 12 എന്ന ടൈം കഴിഞ്ഞാൽ പിന്നെ 1, 2, 3 എന്നത് ക്ലോക്ക് ബേസിൽ നമ്മൾ എന്താണ് ക്ലോക്ക് ബേസിൽ നമ്മൾ റൗണ്ട് ചെയ്ത് വരില്ലേ. അപ്പോൾ ആ ക്ലോക്ക് ബേസിൽ റൗണ്ട് ചെയ്ത് വരുമ്പോൾ 12 കഴിഞ്ഞാൽ പിന്നെ റെയിൽവേ ടൈം കൂട്ടുന്നത് എങ്ങനെയാണ് 1 എന്ന ടൈമിന് 12 കഴിഞ്ഞാൽ 13, 2 എന്നതിന് എന്താണ് 14, 3 എന്നതിന് 15 അല്ലേ. അങ്ങനെ റൗണ്ട് ചെയ്ത് വരുന്നതാണ് ഈ 16, 17 എന്നൊക്കെ ഉള്ള ടൈം വരുന്നത്. സോ 12 കഴിഞ്ഞാൽ പിന്നെയും ടൈം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അല്ലാതെ 12 കഴിഞ്ഞാൽ വീണ്ടും ഇന്ത്യൻ റെയിൽവേ ടൈമിൽ 1, 2 എന്ന് വരുന്നില്ല അങ്ങനെ. ദെൻ ദ ലോക്കൽ ടൈം ഓഫ് പ്ലേസസ് വിച്ച് ആർ ഓൺ ഡിഫറെൻറ്റ് മെറിഡിയൻസ് ആർ ബൗണ്ട് ടു ഡിഫറെൻറ്റ്. ഈ പറഞ്ഞ കാര്യമാണ് ഇവിടെ പറയുന്നത്, ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ ഇറ്റ് വിൽ ബി എ ഡിഫിക്കൽട്ട് to prepare a timetable for trains which cross several longitudes in India. In India, for instance, there will be a difference of about 1 hour and 45 minutes in the local times of Dwarka in Gujarat and Dibrugarh in Assam. It is therefore necessary to adopt the local time of some central meridian of a center. Then എന്താണ് 1 hour and 45 minutes in the local times of Dwarka in Gujarat and Dibrugarh in Assam. It is therefore necessary to adopt the local time of some central meridian of a country as the standard time for the country. In India, the longitude of 82.5 east and that is 82.13 east, that means degrees, is treated as the standard meridian. The local time at this meridian is taken as the standard time for the whole country. It is known as the Indian Standard Time, that is in IST. That is the full form of IST, Indian Standard Time. Okay.